കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. താരപ്രചാരകരെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് എല്ലാ മുന്നണികളും. തീരദേശ വോട്ടുകൾ ഇത്തവണ നഷ്ടപ്പെടുമോ എന്ന ഭീതി തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനുണ്ട്. അത്തരം ചില പ്രതികരണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ. തീരദേശ വോട്ടുകൾ പരമാവധി സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ പുതിയ ചില നയങ്ങൾ കൂടി കോൺഗ്രസ് ഇറക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പ്രിയങ്ക വദ്രയെ കളത്തിലിറക്കിയാണ് ശശി തരൂരിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. രോഹിണി, തീർച്ചയായിട്ടും ഇനി 5 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും മുന്നണികളുടെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായും പരമാവധി വോട്ടുകൾ സ്വരൂപിക്കാൻ താരപ്രചാരകരെ തന്നെ രംഗത്തിറക്കി വോട്ടുകൾ സ്വരൂപിക്കുന്നതിനുള്ള ഒരു തിരക്കിലുമാണ്. കാരണം ഇനി 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിലേക്കും പോകും. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഏത് മുന്നണിയാകും നല്ലത് എന്ന തരത്തിൽ ജനങ്ങളെ പരമാവധി വോട്ടുകൾ കൈക്കലാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പാറശാല, നെയ്യാറ്റിൻകര, കോവളം വോട്ടുകൾ നിർണായകമായ ഒരു ശക്തിയായി തന്നെ തെരഞ്ഞെടുപ്പിൽ മാറാറുണ്ട്. അതിൽ മത്സ്യ തൊഴിലാളികളുമായി ലത്തീൻ സഭയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ വിധി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പരമാവധി ഈ ലത്തീൻ സഭയുടെ സ്വാധീനമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് കാലാകാലങ്ങളായി നടത്തി വരുന്നത് തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ മുതലപ്പൊഴി വരെയൊക്കെ ഒരു റോഡ് ഷോ നടത്താറുണ്ട്. അതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AK ആന്റണി എന്നിവരാണ്. ഈ തീരദേശ മേഖലയെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രചാരണം നടക്കും. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെടുപ്പിന്റെ അന്തിമഘട്ടത്തിലൊക്കെയാണ് ഇത്തരത്തിലൊരു പ്രചാരണം സംഘടിപ്പിക്കുന്നത്. അത് പരമാവധി വോട്ടാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന്റെ വിജയത്തിൽ മാത്രമാണ് അതൊരു തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ അഭാവം ഇപ്പോൾ നിലനിൽക്കുന്നു. AK ആന്റണി ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് അദ്ദേഹം ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നുമില്ല. അപ്പോൾ ഈ വോട്ട് ബാങ്ക് ഈ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ വോട്ടുകൾ ചോരാതിരിക്കുന്നതിനു വേണ്ടി പരമാവധി താരപ്രചാരകരെ ഈ തീരദേശ മേഖലകളിൽ ഇറക്കി അവിടെ നിന്ന് വോട്ട് സമാഹരിക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിൽ പ്രിയങ്ക വദ്രയെ തന്നെ കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ റോഡ് ഷോ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചതിന് പിന്നിലും ആ ഒരു നീക്കമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഈ മറ്റു മുന്നണികൾക്ക് മുന്നിലായി നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീരദേശ മേഖലകളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ ജനസ്വീകാര്യത ഈ തീരദേശ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വികസന രേഖ പുറത്തിറക്കിയത് തന്നെ ഈ തീരദേശ മേഖലയിൽ നിന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഇത്തവണ തീരദേശ മേഖലയിലെ വോട്ടുകളിലുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ താരപ്രചാരകരെ ഈ തീരദേശ മേഖലകളിലേക്ക് എത്തിച്ച് ഇത്തരം പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നു. പക്ഷേ ഇനി അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം താരപ്രചാരകരെയൊക്കെ ഇറക്കിയുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും NDA സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ റോഡ് ഷോ തിരുവനന്തപുരത്തുണ്ട്. പാറശാലയിൽ വൈകിട്ടാണ് റോഡ് ഷോ നടക്കുന്നത്. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ താരപ്രചാരകർ തന്നെ തലസ്ഥാനത്തേക്കും മറ്റ് ജില്ലകളിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രോഹിണി. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്. കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കേവലം 5 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും താരപ്രചാരകരെ കളത്തിലിറക്കി തന്നെയാണ് പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നത്.